ഗൈസ് എൻ്റെ തൊണ്ട എടുത്തുകൊണ്ട് നടക്കും ഇങ്ങനെ പറച്ചിൽ കേട്ടത്തോളും ഭയങ്കര വണ്ണം വന്നു. വൺ ഡേ എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിക്കുന്ന ആഹാരം എന്തുവരെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇത് കൂടാതെ ഞാനൊരു ഷേക്ക് അടിച്ചു കുടിക്കും. എന്നിട്ടും എൻ്റെ സോക്കേട് തീരാഞ്ഞിട്ട് ഞാൻ കാണിച്ചത് എന്താണെന്ന് അറിയാമോ? ഈ മസിലുണ്ട് അപ്പോഴത്തേക്കിനായിട്ട് ഇങ്ങനെ അടിക്കുമോ എൻ്റെ കാല്. അത് കാണാനൊക്കത്തില്ല കേട്ടോ. നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു ജേർണിയിലൂടെ ഒരു ദിവസം പാലിട്ട് ഇത് അടിക്കുന്നെങ്കിൽ പിറ്റേ ദിവസം തൈരിട്ട് അടിക്കും. അതാര് കണ്ണ് വെച്ചാന്നുള്ളത് എനിക്കറിയാം. ചോദിക്കും ഇപ്പോൾ എന്ത് തള്ളായി തള്ളുന്നതെന്ന് പറഞ്ഞ് കേട്ട് ഞാൻ മടുത്ത്. എന്നെ എല്ലാവരും പണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരുണ്ട് ഈ ചെയ്യാൻ പോകുന്നത്. ഐശ്വര്യം തന്തുനാനേ നമഃ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പുതിയൊരു കാര്യമല്ല, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ്. എനിക്ക് പനിയാണ്, പനി ഇതുവരെ മാറിയിട്ടില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള സൗണ്ടിനകത്ത് വേരിയേഷൻസ് കാണും. എന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാരണം ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ അണ്ടർ വെയ്റ്റിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഐശ്വര്യം തന്തുനാനേ നമഃ. അപ്പം തുടക്കം തന്നെ അപശകനമായിരുന്നു. എന്നാലും ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, പനിയുടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇത് പറയുന്ന ഒരു ലാഘവത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അണ്ടർ വെയ്റ്റ്, അതായത് അണ്ടർ വെയ്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അണ്ടർ വെയ്റ്റ് ഉള്ള ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുന്ന രീതിയിൽ ആ ഒരു ലാഘവത്തോടെ ഞാൻ പറഞ്ഞുതരാം. കാരണം സീരിയസ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് കാര്യം വരും. ഞാനാണെങ്കിൽ എൻ്റെ കൊച്ചിനെ മുതൽ തന്നെ ഇത്രയേ ഉള്ളൂ വണ്ണം. അതായത് വണ്ണം എനിക്ക് വളരെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചിട്ടുള്ള വണ്ണമല്ല എനിക്കുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സൊക്കെ PT മീറ്റിങ്ങിന് വരുമ്പോൾ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയും, ഈ കൊച്ചിന് കഴിക്കാനൊന്നും നിങ്ങൾ കൊടുക്കുന്നില്ലേ, ഇതെന്ത് ഇങ്ങനെ മെലിഞ്ഞു ഉണങ്ങി ശോഷിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവരാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയും അവൾ ഇഷ്ടംപോലെ ആഹാരം കഴിക്കും, ഞങ്ങൾ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവൾ കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ പേരൻസിനായിരിക്കും നമ്മുടെ ഹെൽത്തിനെ പറ്റിയും ബോഡിയെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് കൺസേൺ ഉള്ളത്. അവരായിരിക്കും എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വലുതായി കഴിയുമ്പോഴത്തേക്കിന് അത് നമുക്കായിരിക്കും ഭയങ്കരമായിട്ട് എന്താകുന്നത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവർ പറയുന്നത്. അതായത് കൊച്ചുനാളിൽ നമ്മുടെ ബോഡിയെ പറ്റി അല്ലെങ്കിൽ നമ്മളെ പറ്റിയോ മറ്റുള്ളവർ പറയുന്നത് നമ്മുടെ പേരൻസിനായിരിക്കും കൂടുതലായിട്ട് അത് വിഷമമാകുന്നത്, ഫീൽ ആവുന്നത്. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണത് ഭയങ്കര, നമ്മൾ കൊണ്ട് നടക്കും, തലയിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും ഇങ്ങനെ. അപ്പം ഇപ്പം ഞാൻ അങ്ങനെ അല്ല കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞു തരാം. പേരൻസ് മീറ്റിങ്ങിനൊക്കെ ഇങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കിനും അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ടെൻഷനല്ല, അവർക്കങ്ങ് വിഷമമായി. ഇതെന്താ ഇനിയിപ്പോൾ ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എഴുതിയിട്ട് എന്നെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് പറയേണ്ടുന്ന ഒരു കാര്യം, എന്നെ എല്ലാവരും പണ്ട് വിളിക്കുന്നൊരു പേര്, എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് ശ്രീകുട്ടി എന്നാണ്. പക്ഷേ എന്നെ എല്ലാവരും പണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരുണ്ട്, ഈ ശ്രീ മാറ്റിയിട്ട് പൊറോട്ട കുട്ടിന്ന്. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, പക്ഷേ ഞാൻ ഒരു 10-12 പൊറോട്ട വരെ ഞാൻ ഒരു ഇരിപ്പിനിരുന്ന് തിന്നുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ ഞാൻ നേരത്തെ താമസിക്കുന്ന എൻ്റെ അതായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത്, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ വീട്ടിലുള്ള എൻ്റെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാരോടോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന വാസ്തവമാണോ അല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയോടും ചോദിച്ചാലും മതി. ഒരു 12 പൊറോട്ടയൊക്കെ ഞാൻ ഒറ്റിരിപ്പിനിരുന്ന് തിന്നുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴല്ല. ഇപ്പം എനിക്ക് അതേപോലെ ഒരു 2 പൊറോട്ട പോലും എനിക്ക് ഇപ്പം ഇന്ന് കഴിക്കാനൊക്കത്തില്ല. കാരണം എനിക്ക് ആരുടെ കണ്ണ് വെച്ച് ഞാൻ തോന്നുന്നു, എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് കഴിക്കാനൊക്കത്തില്ല ഇപ്പം. അപ്പോൾ അങ്ങനെ പണ്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്തും അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ കാണുമ്പോഴേ എല്ലാവരും ചോദിക്കുമായിരുന്നു, പൊറോട്ട കഴിച്ച് ഈ കൊച്ചിങ്ങനെ ഇരിക്കുന്ന കുടൽ ഉണങ്ങിയതാ. പക്ഷെ അതിലൊരു ഫാക്റ്റ് കാണുമായിരിക്കും എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നു. കാരണം ഞാൻ അമ്മാതിരി പൊറോട്ട കഴിക്കുമായിരുന്നു. കാരണം അച്ഛൻ പണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ എന്നും വൈകിട്ട് വിളിച്ച് പറയാമെന്ന് വെച്ചാൽ എനിക്ക് പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വരണേ. കാരണം പൊറോട്ട മതി എനിക്ക്. കാരണം പൊറോട്ടയോട് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. പൊറോട്ടയുടെ കൂടെ എന്തും കഴിക്കും, പക്ഷെ എനിക്ക് പൊറോട്ട വേണം. അങ്ങനെ ഞാൻ 10-12, അച്ഛൻ 12 പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അമ്മ പൊറോട്ട കഴിക്കത്തില്ല. പിന്നെ അച്ഛൻ വല്ലപ്പോഴും 1-2 പൊറോട്ട കഴിച്ചാൽ ആയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്രയും ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. കാരണം എനിക്ക് 2 പൊറോട്ടയൊന്നും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ആകത്തില്ല. ഏതാണ്ടൊരു കോണി, വയറിൻ്റെ ഏതോ ഒരു കോണി വന്നിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്ന പോലെ ഇരിക്കും 2 പൊറോട്ടയൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ 10-12 പൊറോട്ടയൊക്കെ ഒറ്റിരിപ്പിനിരുന്ന് കഴിക്കുമായിരുന്നു.
അപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ എപ്പോഴും ഇങ്ങനെ പറയുന്നത്, ഈ കൊച്ചിന് ഇങ്ങനെ പൊറോട്ട വാങ്ങിച്ചു കൊടുത്ത് ഈ കൊച്ചി ഇങ്ങനെ ഇരിക്കുന്ന, കുടൽ ഉണങ്ങിയതാണെന്നോ അങ്ങനെ എന്താണ്ടൊക്കെ പറയാമായിരുന്നു, കുടലിനകത്തിൽ മാവ് ഒട്ടിയെന്നോ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ആ ഒരു, അതായത് ഞാൻ സെവൻത്തിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ടേ എന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു. കാരണം എനിക്ക് വണ്ണം വെക്കുന്നില്ല, കാരണം ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്, വണ്ണം വെക്കുന്നില്ല. അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കിനും എന്നെക്കാട്ടി നമുക്ക് ആ സമയത്ത് ഇതൊന്നും ഒരു പ്രശ്നമില്ലല്ലോ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യുമോ, നമുക്ക് അതിനുള്ള വിവരവും കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്കത് നോക്കാനും നേരമില്ല. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കിനും അവരിങ്ങനെ പറഞ്ഞു, അതിപ്പോൾ നിങ്ങൾ നോക്കണ്ട. അതായത് ഒരു ഹോസ്പിറ്റലിലൊന്നും അല്ല എന്നെ കൊണ്ടുപോയി കാണിച്ചിട്ടുള്ളത് ഈ ഒരു വെയിറ്റിൻ്റെ പ്രശ്നത്തിന്. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ട്, അതായത് ഹോമിയോ, ആയുർവേദം, അങ്ങനെ പലതും. പിന്നെ അമ്മൂമ്മയാണെങ്കിൽ കുറേ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുതന്ന അത് തീറ്റി, അങ്ങനെ കുറേ കഴിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ അന്നേരം ഡോക്ടർമാരൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഒരു സമയമാകുമ്പോൾ ഇതങ്ങ് വണ്ണം വെച്ചോളൂ, ഇവിടെ ആഹാരം നന്നായിട്ട് കഴിക്കുന്നെങ്കിൽ അത് അങ്ങനത്തെ ശരീരപ്രകൃതമാണ് എന്ന് പറയും. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു ഫംഗ്ഷനോ പരിപാടിക്കോ എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മാനമര്യാദയ്ക്കായിട്ട് നിൽക്കാനൊക്കത്തില്ല. കാരണം ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഉടനെ ഓടി വരും, അയ്യോ ഇതെന്താ ഒന്നും കഴിക്കുന്നില്ലേ, നിങ്ങളൊന്നും കൊടുക്കുന്നില്ലേ, വീട്ടിൽ പട്ടിണിയാണോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്കല്ല പ്രശ്നം, നമ്മുടെ പേരൻസിനാണ് ആക്ച്വലി പ്രശ്നം. പിന്നീട് അവർ നമ്മുടെ മെക്കിട്ട് കയറാൻ തുടങ്ങും, നീ ഒന്നും കറക്റ്റ് സമയത്തിന് തിന്നാത്തതുകൊണ്ടാ, നീ അങ്ങനെ ആവുന്നുണ്ടാ, ഇങ്ങനെ ആവുന്നുണ്ടാ, നീ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാ നിനക്ക് ശരീരത്തെ പിടിക്കാതെ. പിന്നെ അവരുടെ ടെൻഷൻ മൊത്തം നമ്മുടെ മണ്ടയ്ക്ക് വെച്ച് തീർക്കാൻ നോക്കും. പിന്നീട് അങ്ങോട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ മനസ്സിലായത് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് എന്നിട്ട് വണ്ണം വെക്കാത്തപ്പോൾ ഒരു സമയമാകുമ്പോൾ വണ്ണം ആയിക്കോളൂ എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ ഞാനൊരു ഡിഗ്രിക്ക്, അതായത് ഞാൻ സ്കൂൾ ടൈമിൽ, പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, പിന്നെ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒക്കെ ഈ ബോഡി ഷേമിങ് അതാണോ, വണ്ണമില്ല ഇതിങ്ങനെ ഇരിക്കുന്നു, ഏത് ഡ്രസ്സ് ഇട്ടാലും അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കേട്ട് ഞാൻ മടുത്ത്. അങ്ങനെ ഒരിടയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ ആഹാരം കഴിക്കുന്ന പോലെ വേറെ ആരും കഴിക്കത്തില്ല, അത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ആഹാരം കഴിക്കുന്ന പോലെ ഇവിടെ വേറെ ഞങ്ങളുടെ അച്ഛനും അമ്മയും പോലും കഴിക്കത്തില്ല. കാരണം ഞാൻ അത്രയും ബൾക്കായിട്ട് കഴിക്കും. എനിക്ക് ഇങ്ങനെ ജങ്ക് ഫുഡ്സ് കഴിക്കണമെന്നൊന്നും എനിക്ക് ഒരു നിർബന്ധമില്ല. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ചീരത്തോരനുണ്ടല്ലോ, ചുമന്ന ചീരത്തോരനും ചോറും ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കലം ചോറ് ഞാൻ തിന്നും. അപ്പോൾ ഈ 1 കലം ചോറെന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും, ഇപ്പോൾ എന്ത് തള്ളായി തള്ളുന്നതെന്ന്. അതും ഞങ്ങളുടെ വീട്ടിലത് നടന്ന സംഭവമാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്, അല്ലാതെ കള്ളത്തരമല്ല ഞാൻ പറയുന്നത്, നടന്ന സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. ഒരു ദിവസം അന്ന് എന്തുമായിരുന്നു കറി എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു ദിവസം അച്ഛനും അമ്മയും രാവിലെ ചോറ്, ഞങ്ങൾ 3 പേരും രാവിലെ ചോറാണ് കഴിച്ചത്, രാവിലെ ചോറ് കഴിച്ചു. എന്നിട്ട് ഇവർ ജോലിക്ക് പോയി, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. വൈകിട്ട് വീട്ടിൽ വന്നപ്പം കലത്തി ചോറില്ല. അതായത് എനിക്കിഷ്ടപ്പെട്ട ഒരു കറിയാണ്, അത് വെജിറ്റബിൾ ആണെങ്കിലും വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട കറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കയറി ഇറങ്ങി തിന്നു. അതിനെനിക്ക് ഇന്ന ആഹാരം കിട്ടിയാലേ ഞാൻ കഴിക്കത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, പൊറോട്ട എനിക്കിപ്പോൾ തിന്നാനൊക്കത്തില്ല. അതാര് കണ്ണ് വെച്ചാന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് 2 പൊറോട്ട കൂടുതൽ, അങ്ങ് മാക്സിമം പോയ 3 ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് അകത്താക്കും, അല്ല എനിക്ക് പറ്റത്തില്ല. പക്ഷെ പണ്ട് അങ്ങനല്ല, ഞാൻ ഒരു ഇരിപ്പിനായിരുന്നു ഇരുന്ന് കഴിക്കുന്നില്ല. അത് 12 പൊറോട്ട എന്നുള്ളത് ഞാനിങ്ങനെ 3 നേരമായിട്ടൊന്നുമല്ല, ഒരു ഇരിപ്പിന് ഞാനിരുന്ന് തിന്നുമായിരുന്നു. അപ്പം എനിക്ക് പൊറോട്ട കഴിക്കാനൊക്കത്തില്ല, പക്ഷെ ബാക്കി എല്ലാ ആഹാരങ്ങളും ഞാൻ കഴിക്കും. അപ്പോൾ എനിക്ക് എല്ലായിടത്തു നിന്നും എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഒരു സമയത്ത് ഒരു പ്രത്യേക സമയം അങ്ങോട്ടായപ്പോഴത്തേക്കിന് ഞാൻ ആഹാരം കുറച്ചുകൂടെ കൂട്ടി കഴിക്കാൻ തുടങ്ങി. കാരണം ഞാൻ ഓൾറെഡി കഴിക്കുന്നുണ്ട്, നിങ്ങൾ ആലോചിക്കണം. അത് കൂടാതെ ഞാൻ പിന്നെയും ഒരുപാട് കഴിക്കാൻ തുടങ്ങി. അതായത് ഞാൻ കഴിക്കുന്ന ആഹാരം എന്തുവരെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിത്തരിക്കും, കേട്ടോണം നിങ്ങൾ. അതായത് ഞാൻ ഇങ്ങനെ കുറേ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടു, ഓരോരുത്തർ ചെയ്യുന്ന വണ്ണം വെക്കാൻ കണ്ടിട്ട്. ഇത് ഒരെണ്ണമല്ല ഞാൻ ചെയ്തത്, പലരും ചെയ്യുന്ന കണ്ടിട്ട് എല്ലാം മിക്സ് ചെയ്ത് ഞാൻ കഴിക്കാൻ തുടങ്ങി. അതായത് രാവിലെ ഒരു മുട്ട പുഴുങ്ങിയത്, ഒരു ഏത്തയ്ക്ക, ഇത് കൂടാതെ ഞാനൊരു ഷേക്ക് അടിച്ച് കുടിക്കും. അതാണ് മെയിൻ സാധനം. അതായത് ഷേക്കിനകത്തിൽ എനിക്കറിയത്തില്ല, കണ്ണിക്കണ്ട കടച്ചാണി മൊത്തം ഞാൻ അടിക്കുമായിരുന്നു. അതായത് ബ്രെഡ്, ഏത്തയ്ക്ക, ഇപ്പോഴത്തെ ചെയ്യുന്നില്ല കേട്ടോ, ഞാനൊരു സമയത്ത് ചെയ്യുന്ന കാര്യം ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. ബ്രെഡ്, ഏത്തയ്ക്ക, ഈന്തപ്പഴം, പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെന്തുമായിരുന്നു, ചിയ സീഡ്, സൺഫ്ലവർ സീഡ് ഫ്ലക്സ് സീഡ്, പിന്നെ ഓട്സ്, പീനട്ട് ബട്ടർ, പഞ്ചസാര ഇടത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് കേട്ടോ. പാലും തൈരും ഞാൻ ഇടവിട്ടടിക്കും. ഒരു ദിവസം പാലിട്ട ഇത് അടിക്കുന്നെങ്കിൽ പിറ്റേ ദിവസം തൈരിട്ടടിക്കും. ഇങ്ങനെ അടിച്ച് ഇത് ഞാൻ രാവിലെ 1 ഗ്ലാസ് കുടിക്കുന്നു. പിന്നെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇടവിട്ട സമയങ്ങളിലൊക്കെ ഞാൻ ഏത്തയ്ക്ക കഴിക്കുന്നു. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മുട്ട കഴിക്കുന്നു. ഇങ്ങനെ ഞാൻ, അതായത് ഒരു ദിവസം എത്രയാണ്, അപ്പോൾ 3 ദോശയാണ് ഞാൻ ഒരു ദിവസം തിന്നുകൊണ്ടിരുന്നെങ്കിൽ ഞാനത് 4 ആക്കി. ചോറിപ്പം 3 തവിയെ വിളമ്പിക്കൊണ്ടിരുന്നെന്നുണ്ടെങ്കിൽ അത് 4 തവിയാക്കി. എന്നിട്ട് ദിവസവും രാവിലെ ഇടപെട്ടുള്ള ദിവസങ്ങളിൽ പഴഞ്ചോറ്, അത് ഈ പഴഞ്ചോറ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഈ ഷേക്ക് കുടിക്കുന്നുണ്ട്, നിങ്ങൾ ആലോചിക്കണം. ഇതൊക്കെ ചെയ്തിട്ടും കാര്യമായ രീതിയിലുള്ള ഒരു വണ്ണം
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചേഞ്ച് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾ മാറി എന്നുള്ള രീതിയിലുള്ളൊരു ചേഞ്ച് എനിക്കുണ്ടായില്ല. എന്നിട്ടും എൻ്റെ സോക്കേട് തീരാഞ്ഞിട്ട് ഞാൻ കാണിച്ചത് എന്താണെന്ന് അറിയാമോ? എന്നിട്ട് ഞാൻ പിന്നെ തീരുമാനിച്ചു എനിക്ക് ജിമ്മിൽ പോകണം. എൻ്റെ പൊന്നെ, ഒരു മാസമോ ഒരാഴ്ച കണ്ടേ ഞാൻ ജിമ്മിൽ പോയുള്ളൂ. കാര്യം അവിടെ ചെന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ, ഞാൻ തിരിച്ച് സ്റ്റെയർ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, രണ്ടിൻ്റെ സ്റ്റെയർ ഇറങ്ങിയപ്പോഴത്തേക്കിനായിട്ട് ഇങ്ങനെ അടിക്കുമോ എൻ്റെ കാല്. എനിക്കിങ്ങനെ വേദനയൊന്നും വെച്ചുകൊണ്ടൊന്നും വണ്ണം വെക്കാനൊന്നും വയ്യ. ഞാനങ്ങ് തീരുമാനിച്ചു വേണ്ട, വണ്ണം ഇല്ലെങ്കിൽ ഇല്ലെന്നല്ലേ ഉള്ളൂ. എനിക്ക് വേദനയൊന്നും സഹിക്കാൻ വയ്യ. ചിലർ പറഞ്ഞത് സ്ഥിരം ചെയ്യുമ്പോഴത്തേക്കിനും മാറുമെന്ന്. പക്ഷേ പിറ്റേ ദിവസം കൊടുത്ത് പോകാൻ തോന്നണമല്ലോ. പിന്നെ ജിമ്മിൽ ചെന്ന സമയത്ത് ആ ചേട്ടനോട് ഞാൻ ആദ്യം പറഞ്ഞ, ചേട്ടാ ഞാൻ കണ്ടമാനം ഫുഡ് കഴിക്കും, ഇഷ്ടംപോലെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ എനിക്ക് പറയാൻ തന്നിരിക്കുന്ന ആ ഒരു ഡയറ്റിനകത്തുള്ള ആ ഒരു സ്മൂത്തി ഓൾറെഡി ഞാൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കഴിക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വലിയൊരു ബോട്ടിൽ എന്ത് വാങ്ങിച്ചു, ഞാൻ പീനട്ട് ബട്ടർ വാങ്ങിച്ചു. അതൊക്കെ ഒരു മാസമൊന്നും എടുത്തില്ല, അതിന് മുമ്പേ ഞാൻ തിന്ന് തീർത്തു. എന്ന് പറഞ്ഞാൽ അതുപോലെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് വണ്ണം വെക്കുന്നില്ല. ഇനി ഞാനങ്ങ് വണ്ണം വെച്ചെന്നുള്ളതല്ല നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു ഒന്ന് നന്നായിരിക്കുമല്ലോ, ഒന്ന് പച്ച പിടിച്ചിരിക്കുന്ന സമയത്ത്. അപ്പോൾ ആലോചിക്കണം, എല്ലാവരും പറയുന്നത് എന്തോ ഉണക്കക്കമ്പിനകത്തിലെ തുണി ചുറ്റി എന്നൊക്കെയാണ് ചിലർ കളിയാക്കുന്നത് നമ്മളെ. എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയാട്ടെ, ഇത് ഒത്തിരി പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറയുന്ന കാര്യം. നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, അയ്യോ എന്തുവാണ് ഇച്ചിരി നന്നായല്ലോ, ഇച്ചിരി മെനയായല്ലോ, വീട്ടിൽ ഇരുന്ന് അങ്ങ് തീറ്റിയായില്ലയോ, എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, വേറെ ഏതാണ്ടൊക്കെ കഴിക്കുന്നുണ്ട്, എന്തോ കഴിക്കുന്നേ. ഞാൻ ആലോചിക്കുന്നത് അതല്ല, നമ്മളെന്തെങ്കിലും കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് നിങ്ങൾ പട്ടിണി കിടക്കുവാന്ന്. നമ്മളെന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്തുവാ ഏതാണ്ടങ്ങ് ഒരുപാട് വാരി തിന്നുന്നത്, നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടെന്ന് പറയും. എനിക്ക് മനസ്സിലാകാത്തത് ഈ കമൻറ്റ്, പുറത്തുനിന്നുള്ള ആൾക്കാരുടെ കമൻറ്റ് കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആൾക്കാരുടെ കമൻറ്റ് ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ പറ്റും? ഞാനിപ്പോൾ അതുകൊണ്ട് ആ പരിപാടി അങ്ങ് നിർത്തി. നമ്മൾ ഈ വണ്ണം വെക്കുന്നതിനെ പറ്റി നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ കോമഡി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അത്യാവശ്യം ഒന്ന് വെയിറ്റ് ഗെയിൻ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് എനിക്കൊരു പനി വന്നിരിക്കും. അത് അച്ചട്ടാണ്. ആ പനി വന്നില്ലെങ്കിൽ ഞാൻ അതിശയിക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെ വേണം പറയാൻ. കാരണം ഞാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് വണ്ണം വെച്ചൊന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കിനും എനിക്കൊരു പനി വരും. പനി വന്ന് വീണ്ടും നമ്മളിൽ പഴയ അവസ്ഥയാവും, വീണ്ടും നമ്മൾ കയറി വരും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറേ കഴിയുമ്പോഴത്തേനും മടുക്കും. അതങ്ങനെയാണ്. എന്നെ അറിയാത്ത ആൾക്കാർ, എന്നെ അധികം പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ പറയുമായിരുന്നു ഞാനൊന്നും കഴിക്കത്തില്ല, കഴിക്കാത്തതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുമായിരുന്നു. പക്ഷേ എന്നെ അറിയുന്ന ആൾക്കാരോട് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താ പറയുക, ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമെന്ന് ചോദിക്കും. കാരണം അതുപോലെ ഞാൻ കഴിക്കും. ഞാൻ ഇഷ്ടം പോലെ ഫുഡ് കഴിക്കും. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇന്ന കറി വേണം, അല്ലെങ്കിൽ എനിക്ക് വെജ് വേണം, നോൺ വെജ് വേണം, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സേ കഴിക്കത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ കഴിക്കുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, തീരുന്നിടം വരെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. എനിക്കൊരു സ്വഭാവമുണ്ട്. അപ്പം ഈ വണ്ണം വെക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാൽ മതിയല്ലോ. കുറേ ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കിന് ചെറുതിലെ നമുക്ക് പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ വളർന്നു വരുമ്പോഴാണ് നമുക്ക് പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പം പല വേദികളിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കിനെയോ നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വിഷമിച്ചായിരിക്കും നിൽക്കുന്നത്. ഇനി ഇവരെന്തുവാ അടുത്തത് പറയാൻ പോകുന്നത് നമുക്കറിയത്തില്ല. എന്തോ ഇനി ഇവർ അടുത്തായിട്ട് നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. ഇനി വണ്ണം വെച്ചതാണോ കുഴപ്പം, വണ്ണം വെക്കാത്തതാണോ കുഴപ്പം, മേക്കപ്പ് ഇട്ടതാണോ കുഴപ്പം, മേക്കപ്പ് ഇടാത്തതാണോ കുഴപ്പം. അതായത് ഒരു നാവിൽ തന്നെ രണ്ട് വർത്താനം പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചിലർ വന്ന് നമുക്കിങ്ങനെ പറഞ്ഞു തരും കേട്ടോ, ടിപ്സുകളൊക്കെ പറഞ്ഞു തരും. നിങ്ങൾ ഈ ലേഹ്യം വാങ്ങിച്ച് കഴിക്കണം, അത് കഴിക്കണം, ഇത് കഴിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വണ്ണം വെക്കും. പിന്നെ എന്തിനാണ് ഇവരിത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ പ്രഗ്നൻ്റ് ആകാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ, നടപടിയാവുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ ഒരു സമയത്ത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുമായിരുന്നു. എനിക്ക് രാവിലെ ഇത്രയും കാര്യങ്ങൾ കഴിക്കണം, ഉച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കണം, വൈകിട്ട് ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഇത് ചേട്ടാ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. അത്യാവശ്യം നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് പോവുക. കാരണം ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേ സമയം കാണും. നമ്മൾ വണ്ണമില്ല, ഓരോരുത്തർ പറയുന്നത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ ഓൾറെഡി കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം വണ്ണം വെക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എനിക്ക് പിന്നെ വയ്യ എന്ന് പറഞ്ഞാൽ ഇവിടം വരെയൊക്കെ അങ്ങ് നിറയും കഴിച്ചിട്ട്. അതുപോലെ ഞാൻ കഴിക്കുമായിരുന്നു, നല്ല രീതിക്ക് ഫുഡ് കഴിക്കുമായിരുന്നു. അച്ഛനൊക്കെ എന്നോടൊന്ന് ചോദിക്കും, അല്ലേ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനമൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുമായിരുന്നു അച്ഛൻ. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ ഒരു ലിസ്റ്റ് അങ്ങ് എഴുതി കൊടുത്തുള്ളൂ, ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ. പിറ്റേ ദിവസത്തേക്ക് അത് കാണത്തില്ല. അപ്പോൾ അച്ഛനോട് ചോദിക്കും, ഇന്നലെ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒറ്റിരിപ്പിന് ഞാൻ വണ്ണം വെക്കാനുള്ള ഒരു വ്യഗ്രത കൊണ്ട് ഇരുന്നങ്ങ് തിന്നും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ ഞാൻ ഈ ഒരു ഇത്രയും നാളത്തെ ഒരു യാത്രയിലൂടെ, എൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു ജേർണിയിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം എന്ന് പറയുന്നത്, നമ്മളങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ വലിച്ചു വാരി തിന്നരുത്.
വണ്ണം വെക്കാൻ വേണ്ടിയിട്ട്. അതൊരു സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ സെറ്റ് ആയിക്കോളും. എനിക്കിപ്പോൾ ഈ ഒരു ബോഡി കൊണ്ട് ഒരു പ്രശ്നമില്ല. അത് കാണാനൊക്കത്തില്ല കേട്ടോ നിങ്ങൾക്ക്. ഈ മസിലുണ്ട്. എന്ന് ഞാൻ തന്നെ എന്നോട് പറയുന്ന കാര്യം, എനിക്ക് മസിലുണ്ടെന്ന്. ഈ കയ്യിലില്ല, ഈ ചെറുതായിട്ടേ ഉള്ളൂ. എനിക്ക് മസിലുണ്ട്. എനിക്ക് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ആരും, ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓരോരുത്തർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ കിടഞ്ഞിരുന്ന് പരിശ്രമിക്കേണ്ട കാര്യമില്ല. ഒരു സമയമാകുമ്പോഴത്തേനും അതിങ്ങ് വന്നോളും. നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ആസ്വദിച്ച് കഴിക്കുക. മന്തിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടമാനം കഴിക്കും ഗൈസ്. എനിക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മന്തി ആണെങ്കിലേ ഇവള് കഴിക്കത്തുള്ളൂ, അങ്ങനെ ഒരു സാധനമില്ല. പക്ഷെ പണ്ട് പൊറോട്ട എന്ന് പറഞ്ഞാൽ ഞാൻ ജീവൻ കളയുമായിരുന്നു. എനിക്ക് പൊറോട്ട വേണം, ഒരു ദിവസം പോലും പൊറോട്ട ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ പറയില്ല, എന്നെ ആൾക്കാർ വിളിക്കുന്നത് പൊറോട്ടക്കുട്ടി. ഇപ്പോഴും ചില നമ്മളെ ബന്ധുക്കളെയൊക്കെ കാണുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോഴേ അവർ ചോദിക്കുന്നത്, ഇപ്പോഴും പൊറോട്ട തീറ്റിയുണ്ടോ അങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട്. മനസ്സിലാവും അവർ. പക്ഷെ നമുക്ക് കുറ്റം പറയാനൊക്കെ തരാം, കാരണം ഞാൻ അതുപോലെ തിന്നുമായിരുന്നു. കാരണം അവരെല്ലാവരും അച്ഛനും അമ്മയും വഴക്ക് പറയുന്നത് ഇങ്ങനെ പൊറോട്ട വാങ്ങിച്ചു കൊടുക്കുന്നു. പക്ഷേ ഞാൻ പൊറോട്ട കിട്ടിയില്ല, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് പൊറോട്ട വേണം. പക്ഷെ അതേപോലെ എനിക്കിപ്പോൾ പൊറോട്ട തിന്നാൻ പറ്റാത്തതിനെ പറ്റി ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. അതുകൊണ്ട് ആരും ഇപ്പം വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിറ്റ് ഇല്ലാതിരിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ് എന്ന്. അതുകൊണ്ട് നിങ്ങളാരും വെയിറ്റ് ഇല്ലാതിരിക്കുന്നത് ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലോട്ട് നയിക്കുമെന്ന് ആലോചിച്ച് ആരും വിഷമിച്ചിരിക്കരുത്. ഓക്കെ, വൺ ഡേ എന്നാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വൺ ഡേ ശരിയാവും. നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഈ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട് വണ്ണം വെക്കാൻ നമുക്ക് സ്വയം തോന്നുവാണെങ്കിൽ ഓക്കെ, വണ്ണം വെക്കാൻ എനിക്ക് ഇച്ചിരി വണ്ണം വേണമെന്നുണ്ട്, ഇച്ചിരി നന്നാവുന്നത് നല്ലതാണ്, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ ആൾക്കാർ പറയുന്നതും കേട്ടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും വാരി വലിച്ച് കഴിച്ച്, അതായത് ചിലർക്കാണെങ്കിൽ ശരിക്കും ഒരു കഴിക്കാത്ത ആൾക്കാരായിരിക്കും, അവർ ആഹാരം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ഒരു വണ്ണം വെക്കും. ഇല്ല, ആൾക്കാർ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഇവരിത് ചെയ്തതെങ്കിൽ വണ്ണം വെച്ച് കഴിയുമ്പോൾ പിന്നെ അതായിരിക്കും അവർക്ക് പ്രശ്നം. പിന്നെ നമ്മൾ വീണ്ടും കുറയ്ക്കാൻ നിൽക്കണം. എന്തിനാകപ്പാട് ഒരു ലൈഫല്ലേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായിട്ട് മുമ്പോട്ട് പോവുക എന്ന് കരുതിയിട്ട് ഞാൻ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുമല്ല. ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ, അത് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യത്തില്ല കേട്ടോ, അത് കുറച്ച് സമയത്തേക്കേ ഉള്ളു എല്ലാം. അപ്പം എന്താ പറയുന്നത്, ഞാൻ ഒരു ദിവസം എന്താണ് ഞാൻ ആ അടിച്ചു കുടിക്കുന്ന സ്മൂത്തിയിൽ എന്തൊക്കെ ആഡ് ചെയ്യുമോ എന്നുള്ളത് ഞാൻ ഇട്ടേക്കാം. പറച്ചിൽ കേട്ടത്തോന്നും ഭയങ്കര വണ്ണമാണ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, എനിക്ക് ഇത്രയും വണ്ണമുണ്ട്. ഇത്രയും വണ്ണത്തിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ വണ്ണമൊന്നും വേണ്ട എന്നാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ആരോഗ്യമായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതായത് ഞാനിങ്ങനെ വിഷമിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് ഇങ്ങനെ പറയുന്നുണ്ട് വിഷമിച്ചപ്പോൾ കുറച്ച് പേരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊരു കാര്യമല്ല, ഒരു സമയം കഴിയുമ്പോൾ വണ്ണം വെച്ചോളൂ, ഇതാ നല്ലത്. അതായത് വണ്ണം ഉള്ള ആൾക്കാർ എന്നോട് പറയുന്നത് വണ്ണം വെക്കാതിരിക്കുന്നതാണ് നല്ലത്, ഇതാണ് നല്ലതെന്ന്. മനസ്സിലായോ? വണ്ണം ഇല്ലാത്തവരും പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് നല്ലതെന്ന്. എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല ഗൈസ്, എൻ്റെ തൊണ്ടയ്ക്ക് വിഷയമാകുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.